ഹായ് ഫ്രണ്ട്സ്, ഇയാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പൂരിയാണ് കേട്ടോ. സാധാ നമ്മുടെ നോർമൽ പൂരി തന്നെയാണ്, നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന നോർമൽ പൂരി തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും തന്നെ അറിയാം എങ്ങനെ പൂരി ഉണ്ടാക്കണേന്ന്. ഇനി ആർക്കെങ്കിലുമൊക്കെ അറിയാത്തതുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഒരു 3 കപ്പ് ആട്ടയാണ് കേട്ടോ എടുക്കുന്നത്. 250 ml കപ്പാണ്. ഇനി അതിലേക്ക് ഞാൻ 1 ടീസ്പൂണാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും ഒരേപോലെ ഉപ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കൈകൊണ്ട് ഇങ്ങനെ ഇളക്കുന്നത്. അതിനുശേഷം സാധാ നോർമൽ പച്ചവെള്ളം എടുത്തിട്ടാണ് ഞാനിത് കുഴയ്ക്കുന്നത്. വെള്ളം ഒട്ടും ചൂടാക്കിയിട്ടില്ല, തണുത്ത ഐസ് വെള്ളവും അല്ല കേട്ടോ. സാധാ നോർമൽ വെള്ളത്തിൽ നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒത്തിരി ഇങ്ങോട്ട് കൂടി ലൂസായി പോകരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഈ പൂരിക്കുള്ള മാവ് ഒരുപാട് നേരം ഒന്നും ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കണം, അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഏകദേശം ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തേച്ചാൽ മതി. ഈ ഒരു രീതിക്കാണ് കേട്ടോ വേണ്ടത്. ഇത്രയും വെള്ളമാണ് ഇതിന് വേണ്ടത്. ഇനി നമുക്ക് ഇതൊരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് മൂടി വെക്കണം, അല്ലെങ്കിൽ മുകൾ ഭാഗം ഇങ്ങനെ ഡ്രൈ ആയിട്ട് പോകും. ആ സമയം കൊണ്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. നമുക്കൊരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ട് വീണ്ടും ഒന്ന് കുഴയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊന്നും കൂടി സോഫ്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇത് നന്നായിട്ടൊന്നും കൂടി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കേണ്ട രീതിയിൽ ചെറിയ ബോൾ ആക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഈ ബോൾ ഇതിന്റെ വലുപ്പം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും ഉണ്ടാക്കുന്ന അനുസരിച്ചാണ്. നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയുടെയും പാത്രത്തിന്റെയും ഒക്കെ ആ അളവനുസരിച്ച് വലുപ്പം കൂടുതലും കുറവും ഒക്കെ ആയി വരും കേട്ടോ. ഞാനിവിടെ ഇതേപോലെ ഒരു ചെറുനാരങ്ങയുടെ ഒരു വലുപ്പത്തിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് എല്ലാം ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഞാനിവിടെ പരത്തുന്നത് ചപ്പാത്തി പ്രസ്സിലാണ്. ഇതാകുമ്പോൾ വളരെ എളുപ്പമാണ്. ഇച്ചിരി എണ്ണ തേച്ചിട്ട് 2 സൈഡും എണ്ണ തേക്കുക, അതിന് മുകളിലേക്ക് വെക്കുക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുന്നു, എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന എണ്ണയിലേക്ക് എടുത്തങ്ങോട്ടിരുന്നു. വളരെ എളുപ്പമാണ്. ഈ പ്രസ് ഇല്ലാത്തവർക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ പൊടിയൊക്കെ ഇട്ടിട്ട് പരത്തിയെടുക്കാം. അന്നേരം കുറച്ച് പൂരി ഇങ്ങനെ പരത്തി വെച്ചതിന് ശേഷം വേണം എണ്ണ ചൂടാക്കിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ചിലപ്പം പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞു പോകാം. ഭയങ്കര എണ്ണ ചൂടായിട്ടൊന്നും ഇടാൻ നിൽക്കരുത്, കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഒരു ഭാഗം ഒരു വിധമൊന്നും ആയിട്ട് വരുമ്പോൾ നമുക്ക് മറച്ചിടാം. എണ്ണയുടെ ചൂട് എപ്പോഴും ശ്രദ്ധിക്കണം. തീരെ എണ്ണ ചൂട് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വേകാത്ത പോലെ വരും. ഭയങ്കര ചൂടുള്ള എണ്ണയാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞും പോകും കേട്ടോ. പിന്നെ എല്ലാ പൂരിയൊന്നും ഒരേപോലെ പൊന്തി വരണമെന്നില്ല. അത് എണ്ണയുടെ ചൂട് നമ്മൾ പരത്തുന്ന രീതിയൊക്കെ അനുസരിച്ച് ചില പൂരിയൊന്നും പൊന്താൻ സാധ്യതയില്ല കേട്ടോ. എല്ലാം ഒരേപോലെ ഒന്നും പൊന്തി വരണമെന്നൊന്നുമില്ല. ഇനി നന്നായിട്ടൊന്നും കൂടിയൊക്കെ മൂത്ത് ഇച്ചിരി കൂടി ചുമന്ന നിറമൊക്കെ വരണം എന്നുള്ളവരാണെങ്കിൽ 2 സെക്കൻഡും കൂടി എണ്ണയ്ക്കകത്തേക്ക് ഇട്ടിട്ട് അതിനുശേഷം മറിച്ചിടുകയും എണ്ണയ്ക്കകത്ത് എടുക്കുകയൊക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പം ഉണ്ടാക്കി കഴിയുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് പൂരി എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെയാണ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.